Good morning, dear students. Are you ready for today's class? Okay, how is your Onam holidays? Is it fine? Okay, so in this chapter, the last topic, that is the artificial pollination. Till I move to the last topic, that is the artificial pollination. Here you can see the image of the artificial pollination, and this pollination is done by artificially, that is mean by the artificial pollination. The artificial pollination means the transfer of pollen grain to the stigma manually or with the help of the manpower. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സഹായത്തോടു കൂടി ഈ പോളൻ ഗ്രെയിൻസിനെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോളിനേഷനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗഡേയ്സ് ദ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് പ്രാക്ടീസ്ഡ് ബൈ പ്ലാന്റ് ബ്രീഡേഴ്സ് ഫോർ ഡെവലപ്പിംഗ് ന്യൂ വെറൈറ്റീസ്. ഇപ്പം നൗഡേയ്സ് ഇന്ന് ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പ്രോസസ്സ് നടത്തുന്നത് ഈ പ്ലാന്റ് ബ്രീഡേഴ്സ് ആയിരിക്കും. അവർക്ക് പുതിയ പുതിയ വെറൈറ്റീസ് കിട്ടാൻ വേണ്ടി, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് കിട്ടാൻ വേണ്ടി പ്ലാന്റ് ബ്രീഡേഴ്സാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ബ്രീഡേഴ്സ് സെലക്ട് 2 different വെറൈറ്റീസ് ഓഫ് ദ ക്രോപ്പ് പ്ലാന്റ് വിത്ത് ഡിസൈർഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അപ്പം നല്ല 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു 2 പ്ലാന്റ് വെറൈറ്റി ആയിരിക്കും ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, 1 വെറൈറ്റി മേ ബി ഹൈ ഈൽഡിങ് ആൻഡ് അതർ മേ ബി ഡിസീസ് റെസിസ്റ്റൻറ്റ്. ഇപ്പോൾ 2 പ്ലാന്റ് എടുക്കുന്നതിൽ ഒരെണ്ണം എങ്ങനെയായിരിക്കും? ഹൈ ഈൽഡിങ് ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ഹൈ ഈൽഡിങ്? യെസ്, നല്ലപോലെ ഉൽപ്പാദനശേഷിയുള്ളത്, ദാറ്റ് ഈസ് കോൾഡ് ഹൈ ഈൽഡിങ് വെറൈറ്റി. ഓക്കെ, നല്ലപോലെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നതിനെയാണ് നമ്മൾ ഹൈ ഈൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് ഹൈ ഈൽഡ് വെറൈറ്റി ഉള്ളതും എടുക്കണം. മറ്റൊരു പ്ലാന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിസീസ് റെസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസീസ് കോസിങ് ആവാത്ത ഒരു പ്ലാന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഡിസീസ് റെസിസ്റ്റൻറ്റ്. ഓക്കെ, ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്. അങ്ങനെ 2 ഡിസൈറബിളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് വേണം എന്തിനെടുക്കാൻ? ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പ്രോസസ്സിന് എടുക്കാൻ. ദിസ് ഇൻഡിക്കേറ്റ്സ് എ എക്സാമ്പിൾ. ഇതൊരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദ ക്രോസ് ബ്രീഡിംഗ് ബിറ്റ്വീൻ ദം ഈസ് ഡൺ ബൈ ദ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. പിന്നെന്താ സംഭവിക്കുന്നു? ഹിയർ ദ 2 different വെറൈറ്റീസ് ഈസ് സെലക്റ്റഡ് ഫോർ ദിസ് ക്രോസ് ബ്രീഡിംഗ്. ഇപ്പോൾ ഈ 2 ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ക്രോസ് ബ്രീഡിംഗ്. What is the need of this cross breeding? Yes, of course, it is for the artificial pollination process, isn't it? After selecting the male and female plant out of the 2, the anthers from the flowers of the female plant are removed. ഓക്കെ, ഇപ്പം നമ്മളിത് 2 പ്ലാന്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൽ പ്ലാന്റും ഒരു ഫീമെയിൽ പ്ലാന്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഔട്ട് ഓഫ് ദ 2, the anthers from the flower of the female plant are removed. ഇപ്പോൾ ഫീമെയിൽ പ്ലാന്റിൽ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഫീമെയിൽ പ്ലാന്റിനെ എന്തിനെ റിമൂവ് ചെയ്യണം? അതിൻ്റെ ഫീമെയിലിനെ അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദീസ് ഫീമെയിൽ പ്ലാന്റ്സ് ആർ ദെൻ പോളിനേറ്റഡ് വിത്ത് ദ പോളൻ ഗ്രെയിൻസ്. അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ അതിലേതെങ്കിലും ഒരു ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ പ്ലാന്റിനെ റിമൂവ് ചെയ്തിട്ട് എന്തോ ചെയ്യുക? then it get pollinated, pollination ചെയ്യുക. pollen grains വെച്ചതിനെ pollination ചെയ്യുക. that pollen grains taken from the flower of the male plant, male പ്ലാന്റിൽ നിന്നും ഉള്ള ഫ്ലവേഴ്സിലെ pollen grainsനെ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ആൻഡ് മെനി ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് റൈസ്, വീറ്റ്, മെയ്സ് എക്സെട്ര ആർ being proceeded or produced by this process. ഇപ്പം മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ആണ് റൈസ്, വീറ്റ്, മൈസ് എക്സെട്ര ആർ ദ suitable example for the artificial pollination. Okay, and this chapter is over, and then coming to the review question and answers. ഓക്കെ, ഇനി റിവ്യൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സേ ഉള്ളൂ. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദിസ് ചാപ്റ്റർ. ആൻഡ് സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ